തലകളെ വണക്കി ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവ കൃപയ്ക്കായി യാചിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവേ, അവിടുത്തെ സ്വന്തം കൈയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളേവരും നിൻ്റെ ഈ വിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷം അവിടുന്ന് ഞങ്ങളെ ദർശിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അവിടുത്തെ ദാസനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പുണ്യമായ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവിധ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ജീവിത പ്രശ്നങ്ങളാലും അലയുന്ന ഞങ്ങൾക്ക് അവിടുന്ന് അഭയസ്ഥാനമായി തീരണമേ. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന വാക്കുകളൊക്കെയും തിരുമുഖത്തു നിന്ന് ശ്രവിക്കുന്നവയായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാനും അവ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഇടയായി തീരണമേ. ഞങ്ങളിലുള്ള മലിനതകളെ നീക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പൈശാചികമായ ശക്തികളെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദൈവമേ, ആ പരിശുദ്ധൻ്റെ പാത പിൻപറ്റി ജീവിക്കുവാൻ ഞങ്ങളേവരെയും അവിടുന്ന് യോഗ്യരാക്കി തീർക്കണമേ. ആയത് നിനക്ക് നിൻ്റെ പിതാവിനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സുൽത്താൻ ബത്തേരി ഭദ്രാസന അധിപനും അഖിലമലങ്കര പ്രാർത്ഥനായോഗത്തിൻ്റെ അധ്യക്ഷനുമായ അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, പ്രാർത്ഥനായോഗത്തിൻ്റെ മുഖ്യ ചുമതലക്കാരായ ബഹുമാനപ്പെട്ട ഗിവർഗീസ് ജോണച്ചൻ, ബഹുമാനപ്പെട്ട CV ഉമ്മനച്ചൻ, ബഹുമാനപ്പെട്ട കുരുവിള മാത്യൂസ് അച്ചൻ, എബി ഫിലിപ്പച്ചൻ, പത്തനംതിട്ട സെയിൻറ്റ് ബേസിൽ ഗോസ്പൽ ടീമിൻ്റെ അംഗങ്ങളായ വന്യരായ വൈദികർ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഈ നാട് മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പരിശുദ്ധൻ്റെ ജീവിതം കേട്ടും വായിച്ചും ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടെ തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ആ പുണ്യവാന്റെ കബറിടം സന്ദർശിക്കുവാൻ തയ്യാറെടുക്കുകയും വിദൂര ദേശങ്ങൾ ഇരുന്നു കൊണ്ടാണെങ്കിൽ പോലും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഇവ. എന്തിനാണ് നാം പരിമലപ്പള്ളിയിൽ വന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം ആദ്യമേ നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. What is your purpose for visiting the Holy Sepulchre of Saint Gregorios and for coming over here after a long journey, after a lot of struggles? എന്താണ് നമ്മുടെ ഉദ്ദേശം? ഒരു കൂട്ടം ആളുകൾ ഈ വലിയ ആഗോള തീർത്ഥാടന കേന്ദ്രത്തിലെ നടക്കുന്ന ഈ വലിയ പെരുന്നാൾ കാണുവാനും ഇവിടെയുള്ള ചടങ്ങുകൾക്ക് ഒരു ദൃക്സാക്ഷിയായി തീരുവാനും ഇവിടെയുള്ള ഒരുക്കങ്ങൾ കാണുവാനും
അതുപോലെ എല്ലാ തരത്തിലും ഒരു കാഴ്ചക്കാരനായി തീരുവാനും ആഗ്രഹിച്ച് ഇവിടെ കടന്നു വരുന്ന ആളുകൾ ഒരുപക്ഷെ കുറേയേറെ കണ്ടേക്കാം. അവരെ സംബന്ധിച്ച് ഈ പെരുന്നാൾ പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അവരിങ്ങനെയുള്ള വലിയ വലിയ പെരുന്നാൾ സ്ഥലങ്ങളിൽ മാറി മാറി സന്ദർശിക്കുന്നവരും അവിടെ നടക്കുന്ന ചടങ്ങുകളെ അവലോകനം ചെയ്യുന്നവരും അതിൻ്റെ നന്മകളും തിന്മകളും ചൂണ്ടിക്കാണിക്കുന്നവരുമായി അധപ്പതിക്കുകയാണ്. മറ്റൊരു കൂട്ടം ആളുകൾ, തീർച്ചയായും വലിയ ഒരു സംഖ്യ വരുന്ന ആളുകൾ, തങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിസ്സഹായതയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ, ഒട്ടും തന്നെ പ്രത്യാശയില്ലാതെ ഇരുന്ന അവസരങ്ങളിൽ ഈ പരിശുദ്ധൻ്റെ ഖബറിൽ വന്ന് സന്ദർശിക്കുകയും നേർച്ചയിടുകയും ചെയ്യാം എന്ന് നേർന്ന് ഇവിടെ വന്നവരായിരിക്കാം. അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം തങ്ങൾ മനസ്സിൽ സ്വരൂപിച്ച നേർച്ച കാഴ്ചകൾ, ധനമായിരിക്കാം, വസ്തുവകകളായിരിക്കാം, സ്വർണ്ണാഭരണങ്ങളായിരിക്കാം, അവയെ ഇവിടെ നിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. മൂന്നാമത് ഒരു കൂട്ടം ആളുകൾ ഇവിടെ കടന്നു വരുന്നത് തങ്ങൾ ദൈവത്തോട് അർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ പരിശുദ്ധ പരിമല തിരുമേനിയെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയാണ്, ഭരമേൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയാണ്, ചുമതലപ്പെടുത്തിയിട്ട് പോകാൻ വേണ്ടിയാണ്. ഇന്നത്തെ ലോകം ഔട്ട്സോഴ്സിങ്ങിൻ്റെ വലിയ ഒരു ലോകമാണല്ലോ. ഏതു കാര്യത്തിനും മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയും അതേറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതേറ്റവും ലാഭകരമായും എളുപ്പമായും തീരണം എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലും ചൈനയിലുമുള്ള ധാരാളം കൊച്ചു കൊച്ചു കമ്പനികളെ പലതും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ വസിക്കുന്ന ആളുകളുടെ ഇലക്ട്രിസിറ്റി ബിൽ ബാംഗ്ലൂരിൽ ഇരുന്നു കൊണ്ട് ഒരു യുവാവോ യുവതിയോ ആയിരിക്കാം അത് അടച്ചു തീർക്കുന്നത്. അവർക്ക് അവിടെ പോകാൻ സമയമോ സാഹചര്യമോ ഇല്ലാത്തത് കൊണ്ട് ദേ ആർ ഔട്ട്സോഴ്സിങ് ഇറ്റ്. അങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥനകളെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കേന്ദ്രമായി പരിമലപ്പള്ളിയെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കും ഇവിടെ വന്ന് തിരുമേനിയെ ഈ പ്രാർത്ഥന ഭരമേൽപ്പിച്ച് കഴിയുമ്പോൾ നിർവൃതിയായി വീണ്ടും പഴയപടി ജീവിക്കുവാനായിട്ടാണ് അവരൊരുങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അത് ഒരളവ് വരെ അർത്ഥമില്ലാത്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പൗരസ്ത്യ സഭകളൊക്കെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത ഏറ്റവും കൂടുതൽ അടിവരയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. പരിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നു. ചില ആളുകളെപ്പോൾ ചോദിക്കും, വേദപുസ്തകത്തിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്നുള്ള ഏക മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ മറ്റൊരു മധ്യസ്ഥനെ പറ്റി ചിന്തിക്കുന്നത് ദൈവശാസ്ത്രപരമായി ശരിയാണോ, ആത്മികമായി ശരിയാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മലയാള ഭാഷയ്ക്ക് വളരെ പരിമിതമായ വാക്കുകൾ മാത്രമുള്ള ഒരു ഭാഷയാണ് മലയാള ഭാഷ. മറ്റു ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാക്കുകളുടെ എണ്ണത്തിൽ വളരെ പരിമിതിയുള്ള ഒരു ഭാഷയാണ് മലയാളം. അതുകൊണ്ട് ഒരേ വാക്ക് തന്നെ
വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് എന്ന് തന്നെയാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന് പകരക്കാരനായി നാം ഒരിക്കലും ആരെയും ചൂണ്ടിക്കാട്ടാറില്ല. ഭാഷയുടെ ദാരിദ്ര്യം കൊണ്ട്, വാക്കുകളുടെ ദൗർലഭ്യം കൊണ്ട് അതേ ഒരു വാക്ക് തന്നെ മറ്റൊരു ക്രിയയ്ക്ക് കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധന്മാർ എന്നും സജീവരായി നിലകൊള്ളുന്നവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നക്ഷത്രങ്ങളായി ശോഭിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവരുടെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ അർപ്പിക്കുമ്പോൾ അവർ അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ള വിശ്വാസം നമ്മുടെ ഇടയിൽ വളരെ സ്ഥായിയായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് യഹോവയായ ദൈവത്തെ പറ്റി പറയുന്ന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കൽ പോലും യേശു തമ്പുരാൻ ആ ദൈവത്തെ യഹോവയെന്നോ മറ്റ് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ കൂടെ സൂചിപ്പിക്കുന്നില്ല. പകരമായി യേശു തമ്പുരാൻ പറയുന്നത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്നാണ്. ഇപ്പൊ ചരിത്രത്തിൽ ദൈവനിയോഗമനുസരിച്ച് ജീവിച്ചവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരം ശോഭിക്കുന്നവരുമായ ആളുകളെ നമ്മുടെ കർത്താവ് തൻ്റെ പ്രസംഗങ്ങളിൽ ധാരാളം തവണ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഏവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ചോദ്യം എന്തിനാണ് പരിമല വന്നത് എന്നുള്ളതായിരുന്നുവല്ലോ. 2-3 തരത്തിലുള്ള ആളുകളെ പറ്റി ഞാൻ പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമുക്ക് അതിൽ നിന്ന് ഒരു പടി കൂടെ മുൻപോട്ട് കടന്ന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഈ തിരുമേനിയെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കുവാൻ, ആത്മിക ജീവിതത്തിലായിരുന്നാലും ഭൗതിക ജീവിതത്തിലായിരുന്നാലും മാതൃകയായി സ്വീകരിക്കുവാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചത് ജോൺ ഷിനോഡ ബോളൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പുസ്തകമാണ്. കാൾ യൂങ്ങിൻ്റെ മനഃശാസ്ത്രത്തിൽ ആഴമായ അവഗാഹം നേടിയ ഈ വനിത എഴുതിയ ഈ പുസ്തകത്തിൻ്റെ പേര് ഗോഡ്സ് ഇൻ എവറി മാൻ, സാധാരണ മനുഷ്യനിലുള്ള ദൈവങ്ങൾ എന്നാണ്. ഇതിനു മുൻപ് അവർ ഗോഡസസ് ഇൻ എവറി വിമൻ, സാധാരണ സ്ത്രീകളിലുള്ള ദേവതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ഗോഡസസ് ഇൻ ഓൾഡർ വിമൻ, വാർദ്ധക്യത്തിലുള്ള സ്ത്രീകളുടെ ഉള്ളിലുള്ള ദേവതകൾ എന്ന് പറഞ്ഞുകൊണ്ടും ഒരു പുസ്തകം എഴുതുകയുണ്ടായി. മനഃശാസ്ത്ര രംഗത്ത് വലിയ പേര് സമ്പാദിച്ച ഈ സ്ത്രീ ഈ പുസ്തകത്തിൽ പറഞ്ഞ് സ്ഥാപിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു ഐഡിയൽ ഫിഗർ ഉണ്ടായിരിക്കും. ഗോഡ്സ് ഇൻ എവറി മാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗ്രീക്ക് മിത്തോളജിയിലെ ദൈവങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ പുരാണങ്ങളിൽ, ചരിത്രങ്ങളിൽ നാം കണ്ടു പരിചയപ്പെടുന്ന ദൈവങ്ങളെയും ദേവതകളെയും അറിഞ്ഞോ അറിയാതെയോ നാം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പ്രായപൂർത്തിയായതിനു ശേഷമല്ല, വളരെ ചെറിയ ശിശുവായിരിക്കുന്ന കാലത്ത് പോലും അബോധ അവസ്ഥയിൽ തന്നെ, അബോധ മനസ്സിൻ്റെ തലത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പുണ്യപുരുഷനെ, ഏതെങ്കിലും ഒരു വീര കഥാപുരുഷനെ മാതൃകയാക്കി മനസ്സിൽ സ്ഥാപിക്കുകയും ജീവിതം മുഴുവൻ ആ വ്യക്തിയെ പോലെ
ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടത്തിൽ സിയൂസിനെ പോലെയുള്ള ദൈവങ്ങളുണ്ട്, അപ്പോളോ ഉണ്ട്, ഡൈനീഷ്യസ് ഉണ്ട്, അതുപോലെ ഹെർമസ് എന്ന് പറയുന്ന ദൈവമുണ്ട്. ഗ്രീക്ക് ദൈവങ്ങളുടെയൊക്കെ പേര് പറയുകയും ഓരോരുത്തരുടെയും സ്വഭാവ രീതികൾ ഈ ഗ്രന്ഥത്തിൽ അവലോകനം ചെയ്യുകയും ചെയ്യും. അവരിൽ ആരോ ഒരാളായി തീരുവാനാണ് ഓരോ വ്യക്തിയും ശ്രമിക്കുന്നത് എന്നാണ് ജോൺ ജിനോഡ ബോളൻ എന്ന് പറയുന്ന ഈ മനഃശാസ്ത്രജ്ഞ സമർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ പരിശുദ്ധ പരിമല തിരുമേനി ഹാസ് ബിക്കം എ ഗോഡ് ഓഫ് എവറി മാൻ. സാധാരണ മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവസങ്കല്പം പരിമല തിരുമേനിയുടെ സങ്കല്പമാണ്. ദൈവം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ അതിലും മികച്ചതായിരിക്കും എന്നുള്ളതായിരിക്കും കൊച്ചുകുട്ടികൾ പോലും പറയുന്നത്. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആധ്യാത്മികതയുടെ പ്രാഗ്രൂപങ്ങളായി, ആധ്യാത്മികതയുടെ ആദിരൂപമായി പരിശുദ്ധ പരിമല തിരുമേനിയെ നാം ഏവരും പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ തിരുമേനിയുടെ ജീവിതം മാതൃകയാക്കുക എന്നത് നമ്മുടെ പ്രഥമ ഉദ്ദേശമായി മാറട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്ന് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ആകയാൽ സഹോദരങ്ങളെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതൽ 23 വരെ. യേശുക്രിസ്തു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ നമ്മെ ആഴമായി സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വം പരിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വ്യക്തിത്വമാണ്. അദ്ദേഹം റോമാക്കാർക്ക് എഴുതിയ ഈ ലേഖനം തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ ഏകദേശം AD 57 കാലഘട്ടത്തിൽ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്. ഇതുവരെ റോമിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം സ്പെയിനിലേക്ക് പോകുന്ന വഴി റോമിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പോകാൻ സാധിക്കുന്നില്ല. കാരണം യെരൂശലേമിലുള്ള മാതൃസഭ പരമ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ആയതുകൊണ്ട് മക്കദോന്യ ദേശങ്ങളിൽ ഒരു ധനശേഖരണം നടത്തി അത് എത്രയും പെട്ടെന്ന് യെരൂശലേമിൽ കൊണ്ട് എത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് റോമിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല, ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സഭയെ
സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് റോമാലേഖനം. ഈ ലേഖനം വായിച്ചാൽ അറിയാം, ഈ റോമിലുള്ള ക്രൈസ്തവരിൽ ഭൂരിഭാഗവും വിജാതീയ മതങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ യഹൂദന്മാർ മുൻപന്തിയിൽ നിൽക്കുന്നു എങ്കിലും ഭൂരിപക്ഷവും വിജാതീയ ജാതികളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം വളരെ വികലമാണ്. അവർക്ക് തിരുവെഴുത്തുകളായി കാര്യമായി ഒന്നും തന്നെയില്ല. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ കാണുന്ന ചില ദേവതമാരും ദൈവങ്ങളും ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ ആഴമായ ആധ്യാത്മികത അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. റോമൊരു വലിയ പട്ടണമാണ്, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ധനത്തിന് കുറവൊന്നുമില്ല. സാംസ്കാരികമായി ഔന്നത്യത്തിലാണ് എന്ന് മറ്റുള്ള ആളുകൾ പറയുന്നു. പക്ഷേ ആധ്യാത്മികമായി പരമ ദാരിദ്ര്യത്തിലാണ്. ആ റോമിലെ സഭയ്ക്ക് എഴുതുന്ന ഈ ലേഖനമാണ് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ ദൈവശാസ്ത്രപരമായി ഏറ്റവും ഗഹനമായ ഒരു ലേഖനം. അതുകൊണ്ട് മറ്റു ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് ഇതിലെ ആശയങ്ങൾ മനസ്സിലാവുകയില്ല. എന്നാൽ വളരെ ആഴമായ ദൈവശാസ്ത്ര സങ്കല്പങ്ങൾ ഇതിൽ വിശദീകരിക്കപ്പെടുന്നും ഉണ്ട്. 5-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം അവസാനം വരെ പൗലോസ് പറയുവാൻ ശ്രമിക്കുന്നത് നാം ആരുടെയൊക്കെ അടിമകളാണ്. ഈ അടിമത്തത്തിൽ നിന്ന് നാം ഇന്ന് ആരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതുവരെ നാം അടിമകളായിരിക്കുന്ന ചില ശക്തികളുണ്ട്. അതിലൊന്ന് പിശാചാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. സാത്താൻ്റെ ദാസന്മാരായി ജീവിക്കുന്ന ആളുകൾ ഇന്നുമുണ്ടല്ലോ. സൈറ്റനിക് വർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ യുവതീ യുവാക്കന്മാര് സാത്താനെ ആരാധിക്കുന്നുണ്ട്. പട്ടണങ്ങളിലൊക്കെ പലപ്പോഴും നാം അറിയുന്നില്ല. നമ്മളൊക്കെ അടുത്ത സ്ഥലങ്ങളിൽ സാത്താന്റെ ആരാധന നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാന അവിടെ കൊണ്ട് കൊടുത്താൽ അതിന് റിവാർഡ് കൊടുക്കുന്ന സംഘങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ കുർബാന അനുഭവിക്കാനല്ല, അത് നിലത്തിട്ട് ചവിട്ടി സാത്താനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രബലങ്ങളായ ക്രൈസ്തവ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ പലരും ഇന്ന് സാത്താന്റെ ആരാധനയിൽപ്പെട്ടവരാണ്. പള്ളികളുടെ സെമിത്തേരികളിലാണ് പലപ്പോഴും ഇവർ തമ്പടിക്കുന്നത്. ഇത് അക്ഷരാഭ്യാസമില്ലാത്തവരുടെ ഒരു സംഘമല്ല. യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സാംസ്കാരികമായി ഉന്നത നിലയിലിരിക്കുന്ന ആളുകൾ എന്ന് നാം വിചാരിക്കുന്ന ആളുകൾ, വലിയ വലിയ ധനിക കുടുംബത്തിൽ ജീവിക്കുന്നവർ, വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്നവർ, അതിമനോഹരമായ വസ്ത്രധാരണം അവലംബിച്ചിരിക്കുന്നവർ, പരിഷ്കാരികൾ എന്ന് തോന്നുന്ന ഈ കൂട്ടങ്ങളിൽ ധാരാളം പേര് പിശാചിനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ 2000 വർഷം മുൻപ് പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾ പിശാചിന്റെ ദാസ്യത്തിലാണ് എന്ന് പറഞ്ഞത് ഇന്നും പ്രസക്തമായിരിക്കുന്നു അനേകം ആളുകളെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തെ അറിയുവാൻ അവർക്ക് മനസ്സില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പിശാചിന്റെ ദാസ്യത്തിൽ ജീവിച്ച് പൈശാചികമായ പ്രവർത്തനങ്ങൾ ധീരതയുടെ ലക്ഷണങ്ങളായും നേട്ടങ്ങളുടെ ലക്ഷണങ്ങളായും കരുതുന്ന ആളുകൾ ധാരാളമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മറ്റൊരു അടിമത്തം ന്യായപ്രമാണത്തിൻ്റെ അടിമത്തമായിരുന്നു. ന്യായപ്രമാണം ഇസ്രായേൽ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം മോശയിൽ കൂടെ നൽകിയ ഒരു വലിയ നൽവരമായിരുന്നു. പക്ഷേ ധാരാളം ആളുകൾ ഈ ന്യായപ്രമാണത്തെ വളരെ ലീഗലായി
നൈയാമികമായി, നീതിയുടെ ഭാഷയിൽ, കോടതിയുടെ ഭാഷയിൽ മാത്രം മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. വേദപുസ്തകത്തെ ആക്ഷരികമായി വ്യാഖ്യാനിക്കുവാൻ ഈ കൂട്ടർ പരിശ്രമിക്കുകയാണ്. യേശുവിൻ്റെ കാലത്ത് ജീവിച്ച പരീശന്മാരും സാധുക്കരും ഒക്കെ അങ്ങനെയായിരുന്നു. അവരാരും പള്ളിയിൽ പോകാത്തവരൊന്നുമല്ല. പരീശന്മാര് വേദപുസ്തകത്തെ വായിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന തിരുവചനത്തോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളായിരുന്നു. ശാസ്ത്രിമാര് അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ, യാഗങ്ങളുടെ കാര്യത്തിൽ, ധൂപാർപ്പണത്തിന്റെ കാര്യത്തിൽ, പെരുന്നാളുകളുടെ കാര്യത്തിൽ ഒക്കെ കാനോനുകളെ പിന്തുടർന്നുകൊണ്ട് അക്ഷരത്തിന് വ്യത്യാസം വരാതെ ആരാധനകൾ നടത്തിയ, അന്നത്തെ ഭാഷയിൽ പലരും ആത്മീയർ എന്ന് കരുതിയ ആളുകളാണ്. ഈ രണ്ടു കൂട്ടരെയുമാണ് യേശു നിശിതമായി വിമർശിക്കുന്നത്. അപ്പോ രാവിലെ മുതൽ വൈകിട്ട് വരെ തിരുവചനം വായിക്കുന്ന പരീശന്മാർ യാഗങ്ങളും ധൂപങ്ങളും ആരാധനകളും അണുവിട തെറ്റാതെ കാനോനികമായി നിയമങ്ങൾ അണുവിട തെറ്റിക്കാതെ നടത്തിയ ശാസ്ത്രിമാരെയും ചൂണ്ടി യേശുക്രിസ്തുവും പൗലോസ് അപ്പോസ്തലനും പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ അടിമകളാണ്. യേശുവിനെ പലരും തെറ്റിദ്ധരിച്ചു. യേശു വന്നത് ന്യായപ്രമാണം നീക്കാനാണ്, തച്ചുടയ്ക്കാനാണ്, തകർക്കാനാണ്, എല്ലാ സംവിധാനങ്ങളും ഇല്ലാതെയാക്കാനാണ് എന്ന് വിചാരിച്ചു. യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ വള്ളിയോ പുള്ളിയോ മാറുന്നതിനേക്കാൾ എളുപ്പം ഇന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാണ്. അന്ന് പെരുന്നാളുകളുണ്ട്, ദേവാലയമുണ്ട്, തീർത്ഥാടനമുണ്ട്, നേർച്ച കാഴ്ചകളുണ്ട്, ധൂപാർപ്പണമുണ്ട്. പക്ഷേ ദൈവമില്ലാത്ത പെരുന്നാളുകൾ, ദൈവമില്ലാത്ത ദൈവാലയങ്ങൾ, ദൈവമില്ലാത്ത തീർത്ഥാടനങ്ങൾ, ദൈവമില്ലാത്ത വേദപുസ്തക വായന, ഇതിനെ കണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പിശാചിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു. യേശു മനുഷ്യാവതാരം ചെയ്യുമ്പോൾ പുറമേ പറഞ്ഞാൽ യഹൂദ മതത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ദേവാലയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ ഹെരോദ രാജാവിൻ്റെ, ഹെറോഡ് ദ ഗ്രേറ്റിൻ്റെ നേതൃത്വത്തിൽ 46 വർഷമായി പള്ളിപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജാവ് തന്നെ നേതൃത്വം കൊടുത്ത് അതിമനോഹരമായ ദേവാലയം നിർമ്മിക്കുകയാണ്. പിന്നെ എന്താണ് കുഴപ്പം? വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന ഗമാലിയേലും ഹില്ലേലും ഷമ്മായിയും ഒക്കെ പോലെയുള്ള വലിയ വേദപണ്ഡിതന്മാർ. അപ്പോൾ വേദപുസ്തകത്തിന് വായനയ്ക്ക് കുഴപ്പമില്ല, വ്യാഖ്യാനത്തിന് കുഴപ്പമില്ല. ശാബതുകളുടെ ആരാധന, എല്ലാ ശാബതുകളിലും സുന്നഗോഗുകളിൽ ആരാധന നടക്കുന്നു. യഹൂദ മതത്തിന്റെ പ്രമാണങ്ങൾ സന്നിധി സംഘമായി ചേർന്ന് നിയമപരമായി നടത്തപ്പെടുന്നു. പക്ഷെ യേശു പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ അടിമകളാണ്. നിങ്ങളെ വിടുവിക്കുവാനാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. യേശു ഇവിടെ പൗലോസ് പറയുന്നു, നാം പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുവാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. നാം അറിഞ്ഞോ അറിയാതെയോ പല യജമാനന്മാർക്കും അടിമകളായി കഴിയുകയാണ്. മദ്യ നയം കേരളത്തിൻ്റെ വലിയൊരു ചർച്ചയാണല്ലോ ഇന്ന്. ആ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ചർച്ചകളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരായിരുന്നാലും സാംസ്കാരിക നേതാക്കന്മാരായിരുന്നാലും മാധ്യമ നേതാക്കന്മാരായിരുന്നാലും ഭൂരിപക്ഷവും ഈ മദ്യനയം 100% സപ്പോർട്ട് ചെയ്യുന്നില്ല. മദ്യം ഉണ്ടാവണം എന്നാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. കാരണം കേരള ജനത
ഭാരതത്തിൽ മറ്റെങ്ങും കാണാത്ത വിധം മദ്യത്തിന് അടിമയായി മാറിയിരിക്കുകയാണ്. യുവതീ യുവാക്കന്മാർ മദ്യത്തിന് അടിമകളായി മാറിയിരിക്കുന്നു. ഇന്ന് ഹൈസ്കൂളുകളിലെ സോഷ്യൽ എന്ന് പറയുന്നത്, വാർഷിക കാപ്പി സൽക്കാരം എന്ന് പറയുന്നത് കാപ്പി കുടിച്ചല്ല അവസാനിക്കുന്നത്, മദ്യം കഴിച്ചാണ്. ഈ അടുത്ത കാലത്ത് ഒരു കണക്ക് കേട്ടു. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ 3600ഓളം പേരിൽ നടത്തിയ ഒരു സർവേയുടെ ഫലം, അതിൽ പറയുന്നു, അതിൽ ഭൂരിപക്ഷം ചെറുപ്പക്കാരും ആദ്യമായി മദ്യം രുചിച്ചത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അല്ലെങ്കിൽ സ്വന്തം അപ്പനോ അമ്മയോ. ആധുനിക സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഇത്, മോഡേണിറ്റിയുടെ സിമ്പലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമാശനായി, ഒരു നേരം പോക്കിനായി, വെറുമൊരു സാധാരണ ചടങ്ങായി കൊടുത്തു തുടങ്ങിയത് ഇന്ന് പല കുട്ടികൾക്കും തലയൂരാൻ വയ്യാതെ വണ്ണം അടിമത്തത്തിൻ്റെ വലിയ യജമാനനായി മാറിയിരിക്കുന്നു. മദ്യത്തിന് അടിമകളായ ആളുകളെ യേശുക്രിസ്തു വിളിക്കുകയാണ്. മദ്യത്തിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകുവാൻ. ഈ പരിശുദ്ധന്റെ കബറിൽ അഭയം പ്രാപിക്കുന്ന മദ്യപന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ തത്രപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ഈ നേർച്ചകാഴ്ചകൾ അർപ്പിച്ചിട്ട് കയ്യും കെട്ടി നിങ്ങൾ പോകരുത്. ഇവിടെ വച്ച് നിങ്ങൾ തീരുമാനിക്കണം, ഈ പരിശുദ്ധ പിതാവിൻ്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമി എൻ്റെ ഉള്ളിലൊരു മാറ്റമുണ്ടാക്കും. ഞാനിനി ഈ മദ്യത്തിന് അടിമയാകുകയില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കുകയില്ല. എത്രയോ ആളുകൾ മദ്യമെന്ന് പറയുന്ന ഈ വലിയ യജമാനന്റെ അടിമയായി. എത്രയോ കുടുംബങ്ങളിൽ കലഹമാണ്. എനിക്കടുത്തറിയാവുന്ന പല കുടുംബങ്ങളുമുണ്ട്. 4ഉം 5ഉം പുരയിടങ്ങൾ ഉണ്ടായിരുന്നവർ, സ്വന്തമായി അധ്വാനിച്ച് കിട്ടിയ പണം കൊണ്ട് കെട്ടിയുയർത്തിയ അതിമനോഹരമായ വീടുണ്ടായിരുന്നവർ, ഇന്ന് എല്ലാ പുരയിടങ്ങളും വിറ്റ് വീടും കടപ്പെടുത്തി വാടക കെട്ടിടത്തിൽ ഓരോ ദിവസവും തള്ളി നീക്കുവാനുള്ള ധനമില്ലാതെ ഞരങ്ങിക്കഴിയുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെയൊക്കെ നശിപ്പിച്ചത് ഈ മദ്യമെന്ന് പറയുന്ന യജമാനനാണ്. കേരളത്തിലെ അപകടങ്ങളുടെ കണക്കെടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് മദ്യത്തിൻ്റെ ശക്തി മൂലമാണ്. റോഡ് അപകടങ്ങൾ മാത്രമല്ല, മുങ്ങി മരണങ്ങൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നടക്കുന്ന അപകടങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ മദ്യത്തിൻ്റെ വിപത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആൽക്കഹോളിക്സായി മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട് വിറച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരിനിയും മദ്യം നിർത്താൻ അവരോട് നമുക്ക് പറയാൻ ഒക്കുകയില്ല, അളവ് കുറയ്ക്കാനേ പറയാൻ ഒക്കുകയുള്ളൂ. കാരണം അവരുടെ ശരീരം പരിപൂർണമായും മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഈ മദ്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് ഈ പെരുന്നാളിൽ നാം അടിവരയിട്ട് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ അവരുടെ ജീവിതത്തിലെ അവരുടെ ദാസ്യത്വം എന്ന് പറയുന്നത് അവരുടെ ഭീരുത്വമാണ്, ഭയമാണ്. അവര് അകാരണമായി എന്തിനെയോ ഭയപ്പെടുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പറ്റിപ്പോയ ഒരു തെറ്റിൻ്റെ പേരിൽ, ജീവിതത്തിൽ വന്നുപോയ ഒരു വീഴ്ചയുടെ പേരിൽ, സാന്ദർഭികമായി പറ്റിപ്പോയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെ അടക്കി വച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് അവരെ അടിമപ്പെടുത്തുന്ന, അവരെ ഭയപ്പെടുത്തുന്ന, അവരുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്ന ഒരടിമയായി മാറുന്നു. നമ്മുടെ കർത്താവ് അവരെയും വിളിക്കുകയാണ്. യേശുക്രിസ്തു അവരെയും വിളിക്കുകയാണ്. നിങ്ങളെ ഞാൻ സ്വാതന്ത്ര്യപ്പെടുത്താം. ഭൂതബാധിതരെ സൗഖ്യമാക്കിയ യേശു തമ്പുരാൻ, ഞങ്ങൾ അനേകരുണ്ട് എന്ന് പറയുന്ന ലഗിയോൻ ബാധിച്ച
ആളിനെ പോലെയുള്ളവരെ സൗഖ്യപ്പെടുത്തിയ യേശു തമ്പുരാൻ അവരെയും വിമോചിപ്പിക്കുവാൻ രണ്ടു കൈയും നീട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വിമോചനമാണ് ആവശ്യം. മറ്റു ചില ആളുകൾ അവരുടെ ദുസ്വഭാവങ്ങൾക്ക് അടിമകളായി മാറിയിരിക്കുന്നു. തെറ്റായ ചില സ്വഭാവ രീതികൾ, ആ രീതികൾക്ക് അടിമകളായിരിക്കുകയാണ്. ചില ആളുകൾ കലഹപ്രിയരാണ്. അത് പുരുഷന്മാരുമാകാം സ്ത്രീകളുമാകാം. തെറ്റാണ് എന്നവർക്കറിയാം. പക്ഷേ ഈ കലഹപ്രിയത്വം അവരുടെ യജമാനനായി മാറിയിരിക്കുകയാണ്. എന്തിനും ഏതിനും കലഹിക്കുന്ന, ആരുടെയും മേൽ മൈക്കിട്ട് കയറുന്ന സ്വഭാവക്കാരായി മാറിയിരിക്കുകയാണ്. കാരണം അവരെ നയിക്കുന്ന യജമാനൻ ക്രിസ്തുവല്ല, മറിച്ച് ഈ കലഹപ്രിയത്വമാണ്. അതുപോലെ എന്തെല്ലാം യജമാനന്മാര് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിദേശ യജമാനന്മാരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞ് പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത് പോലെ പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ച ഞാനും നിങ്ങളും ആ പുത്രത്വം അംഗീകരിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ മുഖാന്തരമായി മാറേണ്ടതായിട്ടുണ്ട്. റിക് വാറൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ എഴുത്തുകാരൻ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വൈ ഐ ആം ഓൺ ദിസ് എർത്ത്. കോടിക്കണക്കിന് കോപ്പികൾ വിറ്റുതീർന്ന ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, വേദപുസ്തകത്തിലെ ദ ജയന്റ്സ് ഓഫ് ബൈബിൾ they had some other sorts of limitations. വേദപുസ്തകത്തിൽ കാണുന്ന അതിപരിശുദ്ധന്മാരായ ആളുകളെ നോക്കിയാൽ അറിയാം, അവരിൽ പലർക്കും ന്യൂനതകൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ശക്തനായ വിശ്വാസിയായിരുന്നെങ്കിലും ഭീരുത്വം അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു കുറവായിരുന്നു. പലപ്പോഴും സാഹചര്യങ്ങളെ വിട്ട് ഒഴിയുവാൻ അദ്ദേഹത്തിൻ്റെ ഭീരുത്വം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ധൈര്യമില്ലായ്മ അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതിയായിരുന്നു. ദീർഘദർശിയായ മോശ ഇമോഷൻസിന് കീഴ്പ്പെട്ട് ജീവിച്ച ആളാണ്. താന് ഇസ്രായേൽക്കാരനാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം, തൻ്റെ ആത്മാഭിമാനം വർദ്ധിച്ചു നിന്ന ആ നിമിഷം അദ്ദേഹം ഒരു മിസ്രയീമിനെ അടിച്ചു കൊല്ലുന്നത് നാം വായിക്കുന്നു. നമ്മുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുക. അനേകം ആളുകൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. അത് ദേഷ്യമാകാം, നിരാശയാകാം, വൈരാഗ്യമാകാം. അങ്ങനെ വികാരജീവികളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആധ്യാത്മികതയിൽ ഈ പരിമിതികൾ ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇഫ് യു ആർ റെഡി ടു ഓപ്പൺ അപ്പ് യുവർ സെൽഫ്. പല ആളുകളും അവരുടെ പരിമിതികൾ മൂടി വച്ചിരിക്കുകയാണ്. അത് പരസ്യമായി അംഗീകരിക്കുവാൻ തയ്യാറല്ല. മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ അവരോട് കയർക്കുകയാണ്. സ്വന്തമായി അറിയാം എനിക്കിന്ന പരിമിതിയുണ്ട് എന്നുള്ളത് അറിയാം, പക്ഷേ പരസ്യമായി അതിനെ അംഗീകരിക്കുവാനോ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിന് പരിഹാരം നേടുവാനോ ഈ കൂട്ടർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിമിതികളെ, ഈ പരിമലപ്പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ പരിമിതികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു വൈകല്യം? എന്താണ് നമ്മുടെ സ്വഭാവത്തിലെ വൈകല്യം? എന്താണ് നമ്മുടെ മറ്റു മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ്? അത് നമ്മുടെ അഹങ്കാരമാണോ? നമ്മുടെ വൈരാഗ്യമാണോ? നമ്മുടെ അസൂയയാണോ? നമ്മുടെ ക്ഷിപ്രകോപമാണോ? നമ്മുടെ ദാസ്യഭാവമാണോ? നമ്മുടെ തൻ്റെടമില്ലായ്മയാണോ? എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട കുറവുകൾ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മനഃശാസ്ത്രജ്ഞന്മാര് മനുഷ്യരെ 4 തരമായി തരംതിരിച്ചിട്ടുണ്ട്.
അത് തികച്ചും ബയോളജിക്കലാണ്. നമ്മുടെ ഉള്ളിലുള്ള എൻസൈംസ്, ഓരോ മനുഷ്യ ശരീരത്തിലും ധാരാളം എൻസൈമുകളുണ്ടല്ലോ, അതിൻ്റെ കൂടിച്ചേരുവകളാണ് ഈ സ്വഭാവത്തിന് കാരണമാക്കുന്നത്. തികച്ചും ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കലാണ്. ആദ്യത്തെ ആളുകൾ സാങ്ക്വിൻ എന്ന് പറയും. സാങ്ക്വിൻ, SANGUINE, സാങ്ക്വിൻ. ഇങ്ങനെയുള്ള ആളുകൾ വളരെ സന്തോഷമുള്ളവരാണ്. അവരെപ്പോഴും നോക്കിയാലും ഒരു പുഞ്ചിരിയാണ്. എവിടെ ചെന്നാലും അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. ഒരു ഡോക്ടറുടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ടല്ലോ. ചില ആളുകൾ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയുള്ളൂ. 1 മണിക്കൂർ ഇടത്തും വലത്തും നോക്കുകയില്ല, ഒരൊറ്റ ഇരിപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുകയില്ല. എപ്പോഴാണ് ഡോക്ടർ വിളിക്കുന്നത് അത് ശ്രദ്ധിച്ച് മാത്രം ഇരിക്കുക. തൻ്റെ രോഗത്തെപ്പറ്റി മാത്രം ഓർത്ത് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ സാങ്ക്വിൻ വർഗത്തിൽപ്പെട്ട ആളുകൾ ഒരു ആശുപത്രിയുടെ വെയിറ്റിംഗ് റൂമിൽ വന്നാൽ വിതിൻ എ ഷോർട്ട് വൈൽ they will create friendships. അവർ പെട്ടെന്ന് സുഹൃത്തുക്കളെ നേടും. തൊട്ടടുത്തിരിക്കുന്നവരെ പരിചയപ്പെടും. കാരണം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഈ സമയം വെറുതെ കളയണ്ട. നേടാവുന്ന വലിയ നേട്ടമാണ്. കുറച്ച് പരിചയക്കാരെ സമ്പാദിപ്പിക്കാം. ഈ മിണ്ടാതിരിക്കുന്ന കല്ലുപോലിരിക്കുന്ന ആളിനെയും കുലുക്കി ചോദിക്കുക, എവിടുന്നാ വരുന്നത്, എന്താണ് രോഗം, എന്താണ് പ്രശ്നം, വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയായിരുന്നു ജോലി. അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഈ ആള് ചോദിക്കാൻ തയ്യാറാണ്. സാങ്ക്വിൻ കൂട്ടത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട ആളുകളാണ്. ചിയർഫുൾ and they are optimistic and they are compassionate. മറ്റുള്ള ആളുകളോട് കമ്പാഷൻ ഉള്ളവരാണ്. പക്ഷേ ഇതുകൊണ്ട് ഇവർക്ക് നന്മകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അവർക്ക് ചില തിന്മകളുണ്ട്. അവരുടെ തിന്മകളാണ് ഇവരൊരിക്കലും വിശ്രമിക്കുന്നില്ല. they are always active. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് വെറുതെ ഇരിക്കാൻ ഒക്കുകയില്ല. അവർ വളരെ ബലഹീനരായ ആളുകളാണ്. പെട്ടെന്ന് ചിലപ്പോൾ അവർ വാടിപ്പോകും. അവർ ഈഗോയിസ്റ്റിക്കാണ്, ഞങ്ങൾ മിടുക്കന്മാരാണ് എന്നൊക്കെ ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. സാങ്ക്വിൻ വർഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെയാണ്. ഒരു വശത്ത് നന്മകളുണ്ട്. they are very cheerful, they are optimistic and they are compassionate. But on the other side they are restless, weak-willed and egoistic. രണ്ടാമത്തെ കൂട്ടർ കോളറിക് എന്ന് പറയും. CHOLERIC, കോളറിക്. കോളറിക് എന്ന് പറയുന്ന ആളുകൾ സാധാരണഗതിയിൽ മിലിറ്ററി ഉദ്യോഗമൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ മിലിറ്ററിക്കാരും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്നാണ് ഞാൻ പറയുന്നത്. ദേ ലൈക്ക് ഡിസിപ്ലിൻ. അവർക്ക് ശിക്ഷണം വളരെ ഇഷ്ടമാണ്. അച്ചടക്കം വളരെ ഇഷ്ടമാണ്. ഏതു കാര്യത്തിനും ഒരു ടൈം ടേബിൾ വേണം. 8 മണിക്ക് ഒരിടത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഈ കോളറിക് വർഗത്തിൽപ്പെട്ട ആളുകൾ 7:59 8 മണിക്ക് അവിടെ എത്തുകയുള്ളൂ. 8:01 ആകുകയുമില്ല. ദേ ലൈക്ക് സിസ്റ്റംസ്. എല്ലാത്തിനും ഒരു സിസ്റ്റം വേണം, ഒരു അധികാര കേന്ദ്രം വേണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആൻഡ് ദേ ആർ വെരി ഫേം. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി മാറിപ്പോവുകയില്ല. ആൻഡ് ദേ ആർ വെരി പ്രാക്ടിക്കൽ ടു. പ്രായോഗികമായ രീതിയിലാണ് അവരുടെ അപ്രോച്ച്. പക്ഷെ ഇവർക്കുള്ള കുഴപ്പങ്ങൾ ദേ ആർ ഷോർട്ട് ടെമ്പേർഡ്. പെട്ടെന്നാണ് ഇവർക്ക് കോപം വരുന്നത്. 8 മണിക്ക് ഒരാൾ വരാമെന്ന് പറഞ്ഞു, 8:05 അവർ മുഖത്തടിച്ചതുപോലെ പറയും, നിങ്ങൾ താമസിച്ചു പോയി. ദേ ആർ ഷോർട്ട് ടെമ്പേർഡ്. അതുപോലെ തന്നെ അവരുടെ ഒരു വിചാരവുമുണ്ട്, ഞങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഞങ്ങൾ മാത്രമേ ലോകത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ, ബാക്കി ഈ താമസിച്ചു വരുന്നവരും പതുക്കെ ചെയ്യുന്നവരും ഒന്നും ഈ ലോകത്തിലൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ മാത്രമാണ് എല്ലാം ചെയ്യുന്നത് എന്നൊരു ഭാവം അവർക്കുണ്ട്. മൂന്നാമത്തെ കൂട്ടർ മെലങ്കോളിക് എന്ന് പറയും. അത് നിങ്ങൾ കേട്ടിട്ടുള്ള പദമാണ്. മെലങ്കോളിക്. മെലങ്കോളിക്കായുള്ള ആളുകൾ പെർഫെക്ഷനിസ്റ്റാണ്. ഏതു കാര്യവും 100% ശരിയായിരിക്കണം. അതിനവർ ധാരാളം സമയമെടുക്കും. അവർക്ക് പങ്ക്ച്വാലിറ്റിയേക്കാൾ പ്രധാനം പെർഫെക്ഷനാണ്. ഏതു കാര്യവും അതിൻ്റെ പൂർണ്ണതയിലാകണം.
they are സെൽഫ് സാക്രിഫൈസിങ്, എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. അവരെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അവര് സ്വന്തം പണം കൂടെ മുടക്കി വേണമെങ്കിലും ആ കാര്യം സാധിക്കും. അവരുടെ ലക്ഷ്യം ആ കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. ലാഭനഷ്ടങ്ങൾ അവരുടെ ഒരു വിചാരമല്ല. ദ മെലങ്കോളിക് പീപ്പിൾ, സാധാരണ ആർട്ടിസ്റ്റ്, അതുപോലെ കവികൾ, അതുപോലെ വലിയ തത്വചിന്തകരൊക്കെ ഇങ്ങനെയുള്ള വർഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ദേ ആർ മൂഡി. അവര് എപ്പോഴും ഇങ്ങനെ മ്ലാനവദനരായിരിക്കും, എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. തൻ്റെ ചുറ്റുപാടും നടക്കുന്നത് അവർ ശ്രദ്ധിക്കാറില്ല. തൊട്ടടുത്ത് ഭൂമി കുലുങ്ങിയാലും അവർ ചിലപ്പോൾ അറിയില്ല. നാലാമത്തെ കൂട്ട് ഫ്ലെഗ്മാറ്റിക് എന്ന് പറയും. ഫ്ലെഗ്മാറ്റിക്, PHLEGMATIC, ഫ്ലെഗ്മാറ്റിക്. ഇവര് വളരെ ഡിപ്പെൻഡബിൾ ആണ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. അവർക്ക് സ്വയമേ ഒരു കാര്യവും ചെയ്യാനുള്ള ധൈര്യമില്ല. ദേ ആർ ഫ്രണ്ട്ലി ആൻഡ് എഫിഷ്യൻറ്റ്. കഴിവില്ലാത്തവരല്ല, നല്ല മാർക്ക് റാങ്കൊക്കെ വാങ്ങിക്കുന്നവരാണ്, കണക്കിന് 100 മാർക്ക് വാങ്ങിക്കും. പക്ഷേ ഒരു കാര്യം ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ കൂട്ട് വേണം. എപ്പോഴും ഒരാളോട് ചേർന്ന് നിൽക്കും. അത് ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവാണെങ്കിൽ ഭാര്യയോട്, കുട്ടികളാണെങ്കിൽ സുഹൃത്തുക്കളോട്. ദേ ആർ വെരി ഡിപ്പെൻഡബിൾ. ഇവരുടെ കുഴപ്പം എന്താണ്? ദേ ആർ ഓൾവേസ് ലേസി. ഒരു ദിവസം കിട്ടിയാൽ കൂടുതൽ സമയവും ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാതിരിക്കുകയായിരിക്കും. അവർ വളരെ കുറച്ച് മണിക്കൂറേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ വിവിധ രീതികളിലാണ്. നമുക്ക് ആ സ്വാഭാവിക രീതിയെ മാറ്റാൻ എളുപ്പമുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ ഇതിൽ 2 കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരുമ്പോഴാണ്. ഭർത്താവ് സാങ്ക്വിൻ വർഗത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിക്കുക, വളരെ ചിയർഫുൾ, ആരെ കണ്ടാലും സംസാരിക്കും, എവിടെയും ചാടിയോടിപ്പോകും, ഏത് സൽക്കാരത്തിനും മുൻപന്തിയിലാണ്. പക്ഷെ ഭാര്യ ഈ അവസാനത്തെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിക്കുക, എന്തിനും പിന്മാറി നിൽക്കുന്നയാള്, ആരെ കണ്ടാലും പെട്ടെന്ന് പരിചയപ്പെടുകയില്ല, വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച്, വളരെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ തർക്കങ്ങളാകും, അവിടെ വഴക്കാകും. ഭർത്താവ് 2ാമത്തെ വർഗത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിക്കുക, ഒരു മിലിറ്ററി ഭാഷ, മിലിറ്ററി രീതിയിൽ, അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പട്ടാള ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നയാളും, ഭാര്യ അവസാനത്തെ വർഗത്തിൽപ്പെട്ട ആളാണെങ്കിലോ കാര്യങ്ങൾ അവതാളത്തിലാകും. ഇനി ഭാര്യയാണ് 2ാമത്തെ തരത്തിൽപ്പെട്ട ആള്, പട്ടാള ചിട്ടക്കാരത്തി, ഭർത്താവ് അവസാനത്തെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലോ അവിടെ രംഗം വളരെ ശോചനീയമായിരിക്കും. സമൂഹം പോലും കുറ്റപ്പെടുത്തും, അവളാണ് അവിടുത്തെ അവൻ എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ ദൈവം എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്? സ്വാഭാവികമായി ദൈവം ഇങ്ങനെ പലതരത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്ക് അതൊന്നും പെട്ടെന്ന് മാറ്റാൻ ഒക്കുകയില്ല. നമുക്ക് ചെയ്യാവുന്നത് പരസ്പര ബഹുമാനത്തോടെ നമ്മോട് കൂടെ വസിക്കുന്ന ആളുകളെ കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത്. അനേകം കുടുംബങ്ങളിൽ കലഹം വർദ്ധിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കുടുംബ കോടതികളുടെ അഡ്രസ്സ് തപ്പിപ്പോവുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വക്കീലന്മാരെ തേടി ഓടുകയാണ് മാതാപിതാക്കൾ. മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തങ്ങൾ അപകടത്തിലാക്കുകയാണ്. വാശിയാണ്, ദുർവാശിയാണ്, ഈഗോയിസമാണ്, അഹങ്കാരമാണ്, പണത്തിൻ്റെ അഹങ്കാരമാണ്. ഇവിടെ നാം ഒരു 50-60 വർഷത്തേക്ക് പിറകിൽ നോക്കിയാൽ അന്ന് കൗൺസിലിംഗ് ഇല്ലായിരുന്നു, അന്ന് മനഃശാസ്ത്രം ഇത്രയും വികസിച്ചിട്ടില്ല, അന്ന് എത്രയോ വിപരീത സ്വഭാവങ്ങളുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഒരുമയോടെ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ ഇടയിൽ ദൈവമുണ്ടായിരുന്നു. അവരൊരിക്കലും
തങ്ങൾ തന്നെ പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിച്ചില്ല. അവരുടെ ഇടയിൽ ദൈവത്തിന് ഒരിടമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവത്തിന് ഇടമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്കും ഇടമില്ലാതെയായി. പണ്ടത്തെയൊക്കെ വീടുകൾ ചിന്തിച്ചു നോക്കിയാൽ 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ എത്ര തുച്ഛമായിരുന്നു. ഒരു വീട്ടിൽ 5 കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലുള്ളവർ, രോഗികൾ, ജോലിയില്ലാത്തവർ. പക്ഷെ എല്ലാവർക്കും ആ 2-3 മുറിയിൽ കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടായിരുന്നു. എല്ലാവർക്കും സമയാസമയങ്ങളിൽ സമൃദ്ധമായ ഭക്ഷണമുണ്ടായിരുന്നു. അതിൻ്റെ വിഭവങ്ങളെക്കാൾ ഉപരി ആ മനോഭാവം സമൃദ്ധമായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ വീടുകൾ 4000 സ്ക്വയർ ഫീറ്റ്, 5000 സ്ക്വയർ ഫീറ്റ് അതിലുപരിയായി. പക്ഷേ ഒരു അതിഥി വന്നാൽ കൊടുക്കാൻ നമുക്ക് മുറിയില്ലാതെ ഇരിക്കുന്നു. 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്, പക്ഷേ സഹോദര കുടുംബം വന്നാൽ കൊടുക്കാൻ നമുക്ക് ഒരു മുറിയില്ല, ഒരു കട്ടിലില്ല, ഒരിടമില്ല. എവിടെയാണ് ഇടം നഷ്ടപ്പെട്ടത്? ഈ കെട്ടിടത്തിലാണോ അതോ ഹൃദയത്തിലാണോ? നമ്മുടെ ഹൃദയത്തിലാണ് ഇടമില്ലാതിരിക്കുന്നത്. ഹൃദയം വിശാലമാണെങ്കിൽ ഈ ഭൗതികമായ ഇടങ്ങൾ ഒരു പ്രശ്നമേ അല്ല. ഹൃദയം വിശാലമാണെങ്കിൽ ദൈവം എല്ലാവരെയും ഒരുമിപ്പിക്കും. അതുകൊണ്ട് പരിശുദ്ധ പരിമള തിരുമേനിയെ പോലെയുള്ള ആളുകളുടെ ഖബറിടത്തിൽ വരുന്ന നമ്മുടെ ഒരു പ്രാർത്ഥന സങ്കുചിതമായ മനസ്സോടെ ജീവിക്കാനല്ല, ഹൃദയ വിശാലതയോടെ ജീവിക്കാനുള്ള നന്മകൾക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ അഹങ്കാരവും നമ്മുടെ ദുർവാശിയും വർദ്ധിപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഇവിടെ സമർപ്പിച്ചാൽ ദൈവം ഒരിക്കലും മറുപടി തരികയില്ല. ചില പ്രാർത്ഥനകളൊക്കെ തിരുമേനിയുടെ അടുക്കൽ സമർപ്പിച്ചിട്ട് ബലമില്ല എന്ന് ചിന്തിക്കുന്നവർ ഓർക്കുക, ആ പ്രാർത്ഥനകളുടെ പിൻപിൽ നിങ്ങളുടെ സ്വാർത്ഥതയുണ്ടോ? ആ പ്രാർത്ഥനയുടെ പിൻപിൽ നിങ്ങളുടെ അഹങ്കാരമുണ്ടോ? ആ പ്രാർത്ഥനയുടെ പിൻപിൽ നിങ്ങളുടെ ദുർവാശിയുണ്ടോ? ആ പ്രാർത്ഥനയുടെ പിറകിൽ നിങ്ങളുടെ അസൂയയുണ്ടോ? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. മറിച്ച് കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, അവൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ വിശുദ്ധ മറിയാമിനെ പോലെയുള്ള പരിശുദ്ധ മനസ്സുകളാണ് നമുക്ക് ആവശ്യം. എങ്ങനെ നമുക്ക് ഈ വിശുദ്ധന്റെ പാതയിൽ സഞ്ചരിച്ച് അല്പമെങ്കിലും വിശുദ്ധി നേടാം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ബീയിങ് സെപ്പറേറ്റഡ് എന്നാണ്. ഉള്ള കാര്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട് അല്പം വിഭിന്നമായി ജീവിക്കുക എന്നാണ്. ഈ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ജീവിക്കുകയും വിശുദ്ധനാവുകയും ചെയ്യാൻ ഒക്കുകയില്ല. രണ്ടും കൂടെ പറ്റുകയില്ല. ഏതെങ്കിലും ഒന്നേ പറ്റുകയുള്ളൂ. ഒന്നുകിൽ ഈ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോവുക, അല്ലെങ്കിൽ അല്പം വ്യത്യാസപ്പെട്ട് ഒരല്പം മറ്റൊരു മാതൃകയായി ജീവിക്കുക. എന്താണ് നമുക്ക് എങ്ങനെ ഈ വിശുദ്ധിയിലേക്ക് വരാം എന്നാണ് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. പരിമള തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നാം കാണുന്നു, അദ്ദേഹത്തെ വിശുദ്ധിയിലേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ്. മലയാള ഭാഷയിലെ ആദ്യകാല യാത്രാ വിവരണങ്ങളിൽ ഒന്നായ ഊർസലേം യാത്രാ വിവരണത്തിൽ അദ്ദേഹം പറയുന്നല്ലോ, കർത്താവിൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ച് മുട്ടുകുത്തി കവിണ്ണു വീണ് പ്രാർത്ഥിച്ചത് വിവരിക്കുമ്പോൾ പറയുന്നു, ഞാൻ അവിടെ കിടന്നപ്പോൾ എനിക്ക് എൻ്റെ പാപബോധവും എൻ്റെ അനുതാപവും എൻ്റെ ഭക്തിയും എല്ലാം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. പരിശുദ്ധന്റെ കബറിൽ വരുമ്പോഴും നമുക്ക് വർദ്ധിക്കേണ്ടത് നമ്മുടെ പാപബോധമാണ്, നമ്മുടെ ഭക്തിയാണ്, നമ്മുടെ അനുതാപമാണ്. തിരുമേനി അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. കർത്താവിൻ്റെ കബറിൽ നിന്ന് എഴുന്നേൽക്കുവാൻ എനിക്ക് മനസ്സ് വന്നില്ല. കാരണം അതെൻ്റെ ഭക്തിയെ വർദ്ധിപ്പിച്ചു, എൻ്റെ പാപബോധം വർദ്ധിപ്പിച്ചു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. പരിമള തിരുമേനിയുടെ കബറ് നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കണം, നമ്മുടെ പാപബോധത്തെ വർദ്ധിപ്പിക്കണം,
നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളാണല്ലോ നാം പഠിച്ചത്. ആരായിരുന്നു പൗലോസ്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. ഞാൻ എബ്രായക്കാരിൽ നിന്ന് ജനിച്ച എബ്രായൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, യഹൂദന്മാരുടെ കൂട്ടത്തിൽ പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. മതഭക്തി ചിന്തിക്കുകയാണെങ്കിൽ അതിലെ തീവ്രവാദി. അദ്ദേഹം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ, യഹൂദ കുടുംബത്തിൽ ജനിച്ച, 2 മാതാപിതാക്കളും യഹൂദന്മാരായിരുന്ന ഒരാളാണ്. അദ്ദേഹം പഠിച്ചത് വലിയ പ്രശസ്ത വേദപണ്ഡിതനായ ഗമാലിയേലിന്റെ കീഴിലാണ്. ഇന്ന് ഓക്സ്ഫോർഡിൽ പഠിച്ചു, ഹാർവാർഡിൽ പഠിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് തിരുവചനത്തെ വ്യാഖ്യാനിച്ച് പഠിച്ച ആളാണ്. ഗ്രീസിൽ പോയി ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ ഈറ്റില്ലമായ ഗ്രീസിൽ പോയി, ആഥൻസിൽ പോയി ഗ്രീക്ക് ഭാഷയിൽ പ്രസംഗിച്ച ആളാണ്. റോമ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞാൻ ജനനം മുതൽ ഒരു റോമൻ സിറ്റിസനാണ്. ഐ എം എ റോമൻ സിറ്റിസൻ. അപ്പൊ അന്നത്തെ 3 സംസ്കാരങ്ങളുടെ സമ്പാദ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഹൂദ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, റോമ സംസ്കാരം. ഇതൊക്കെ അദ്ദേഹത്തെ ബാഹ്യമായി മാത്രമേ നിർമ്മിച്ചുള്ളൂ. ആന്തരികമായി ഒരു തീവ്രവാദിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു നാം, ശൗൽ വീടുതോറും കയറിയിറങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ചു കൊണ്ടുപോയി കൊല്ലുവാൻ ഏൽപ്പിച്ചു. ഒരു തീവ്രവാദിയായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹി വാസ് എ ടെററിസ്റ്റ്, ഒരു ഭീകരവാദി, ഒരു ആതങ്കവാദിയായിരുന്നു. താൻ വിശ്വസിച്ചത് മാത്രമാണ് ശരി, ഈ ലോകത്തിൽ മറ്റുള്ളവരെല്ലാം തെറ്റ്. താൻ വേദപുസ്തകം വായിക്കുന്ന രീതി മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കൊള്ളരുതാത്തവരാണ്, അവരെ ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ കൊല്ലിക്കുവാൻ മുൻപിൽ നിന്ന ഒരു തീവ്രവാദിയായിരുന്നു ഈ ശൗൽ, ഗമാലിയേലിന്റെ ശിഷ്യനായ ശൗൽ. ഇന്നും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലിലെ ഗാസ സ്ട്രിപ്പിലെ പീഡനങ്ങളൊക്കെ നാം വായിച്ചു. ആയിരക്കണക്കിന് ആളുകൾ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, സ്ത്രീകളൊക്കെ കൊല്ലപ്പെട്ടത്, അതിന് യഹൂദ മതം കൊടുക്കുന്ന നേതൃത്വമൊക്കെ നമ്മൾ വായിച്ചു. പക്ഷെ വായിക്കാതെ പോയതുണ്ട് ഇറാഖിലെ മോസളിൽ നടന്ന ഭീകരമായ ചെയ്തികൾ. ഇറാഖിലെ മോസളിൽ ക്രൈസ്തവരുടെ വീടുകൾക്കെല്ലാം പുറത്ത് എൻ എന്ന അക്ഷരം എഴുതി വയ്ക്കും. നസറയോ എന്നുള്ള എഴുത്തുണ്ടെങ്കിൽ ആ വീട്ടിൽ ആർക്കും കയറി എന്തും കൊള്ളയടിക്കാം. ആ വീട്ടിൽ കയറി സ്ത്രീകളെ ബലാത്കാരം ചെയ്യാം, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാം, അവരുടെ സമ്പാദ്യങ്ങൾ എടുത്തുകൊണ്ട് പോകാം. ഒരു കേസും ഒരു വഴക്കുമില്ല. അതുകൊണ്ട് ക്രൈസ്തവരായ ആളുകൾ വീട് പൂട്ടി പ്രാണരക്ഷാർത്ഥം താക്കോല് അടുത്ത വീട്ടിൽ ഏൽപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരുമോ എന്ന് അറിഞ്ഞുകൂടാ, വരികയാണെങ്കിൽ തരണമെന്ന് പറഞ്ഞുകൊണ്ട് അയൽവക്കക്കാരെ താക്കോലും ഏൽപ്പിച്ച് എവിടോട്ട് പോകണമെന്നറിയാതെ പോകുന്ന ധാരാളം അമ്മമാരെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണും. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ട ആളുകളുടെ തലകൾ ഒരു തേങ്ങാ കച്ചവടക്കാരൻ തേങ്ങാ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ മനുഷ്യരുടെ ശിരസുകൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണും. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം. പിഞ്ചു കുഞ്ഞുങ്ങളെ അണിയായി കിടത്തി സീറോക്സ് കോപ്പി എടുക്കാൻ കടയിൽ പോകുമ്പോൾ അവിടെ കടലാസ് മുറിക്കുന്ന ലാഘവത്തോടെ 5-6 കുഞ്ഞുങ്ങളുടെ പിടലിക്ക് ബ്ലേഡ് വെച്ച് കത്തി വെച്ച് ഒരുമിച്ച് അറുത്തുമാറ്റുന്ന ചിത്രങ്ങളും യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കരുത് എന്നുള്ളതാണ് ഈ കൂട്ടരുടെ അഭിപ്രായം. ശൗൽ അങ്ങനെയുള്ള ഒരാളായിരുന്നു.
ശൗൽ തീവ്രവാദിയായ ഒരാളായിരുന്നു. പക്ഷേ ഒരിക്കൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. ഇതുവരെ മറ്റുള്ളവരെ കൊല്ലുവാൻ ഏൽപ്പിച്ച ആളാണ് പറയുന്നത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും കുരിശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിന് വേണ്ടി കുരിശിക്കപ്പെട്ട ആളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ് പുതിയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ക്രിസ്തുവിനെ നാം പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ്. നോക്കുക, തനിക്ക് ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഒരാളെ യേശു ക്രിസ്തു എങ്ങനെ പുനർനിർമ്മിച്ചു എന്ന് നാം കാണുന്നു. ഒരു കുശവന്റെ കളത്തിൽ ചെല്ലുമ്പോൾ മൺപാത്രം ഉണ്ടാക്കുന്ന കുശവൻ ചില പാത്രങ്ങളൊക്കെ ഒന്ന് ഉടച്ചു വാർത്ത് വീണ്ടും അതിൽ വെച്ച് പുതിയൊരു പാത്രം ഉണ്ടാക്കുന്നത് പോലെ ശൗലിനെ പൗലോസായി പുനർക്രമീകരിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പുനഃക്രമീകരണം ആവശ്യമായിട്ടുണ്ട്. എവിടെയോ ദുഷ്പ്രവണതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ പൈശാചികമായ ഭാവങ്ങളുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു വിചാരിച്ചാൽ, ദൈവം വിചാരിച്ചാൽ നിങ്ങളെ പുനർനിർമ്മിക്കുവാനായി സാധിക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം പരിശുദ്ധ പരിമല തിരുമേനിയുടെ വലിയ മുതൽക്കൂട്ടായിരുന്നു. ഒരാൾ വിശുദ്ധനായി തീരുവാൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം ആവശ്യമാണ്. രണ്ടാമത്, തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം. വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും പറയുന്നല്ലോ. നിങ്ങളിൽ എത്ര പേർ ഈ പുസ്തകം ക്രമമായി വായിക്കുന്നു? നിങ്ങളിൽ എത്ര ആളുകൾ സമയമെടുത്ത് ഈ തിരുവചനം വായിച്ച് അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്? തിരുവചനം വായിച്ച് നിങ്ങളുടെ ജീവിതവുമായി അതിനെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം എന്താണ് എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. ദൈവവചനം എന്ന് പറഞ്ഞാൽ അതൊരു എന്റർടൈൻമെന്റിനുള്ള അവസരമല്ല. ആഴമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ ഒരു ആയുധം പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിവേചനങ്ങളെ, വികാരങ്ങളെ, ചിന്തകളെ, അതിൽ നിന്ന് ദുഷ്ടതകളെ നീക്കിക്കളയുന്ന ശക്തിയുള്ള ദൈവവചനം നമ്മിൽ എത്ര പേർ കാര്യമായി ഉപയോഗിക്കും? നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്, നമ്മുടെ അരമാലകളിൽ ഇരിപ്പുണ്ട്. നേർച്ചയായി സന്ധ്യയ്ക്കും രാവിലെയും പ്രാർത്ഥിക്കുമ്പോൾ വായിച്ചു വിടുന്നതല്ലാതെ അല്പം സമയമെടുത്ത് ഈ തിരുവചനം ഒന്ന് വായിക്കുവാൻ ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. ഈ തിരുവചനം നിങ്ങളെ ശുദ്ധീകരിക്കും. ഈ തിരുവചനം നിങ്ങളെ പരിശുദ്ധന്മാരാക്കും. ഈ തിരുവചനം നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും. ഈ തിരുവചനം നിങ്ങൾക്ക് പ്രത്യാശ നൽകും. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ വായനയും ധ്യാനവും നമുക്ക് അടിസ്ഥാനപ്പെടുത്തി ജീവിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്, നമ്മെ ശുദ്ധീകരിക്കുന്നത് ജീവിതത്തിലെ കഷ്ടതകളാണ്. ജീവിതത്തിലെ യാതനകൾ നമ്മെ ശുദ്ധീകരിക്കുന്നവയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ജീവിതത്തിലെ കഷ്ടതകളും ഭാരങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നവയാണ്. ഒരിക്കലും കഷ്ടതകളെ നെഗറ്റീവായി മാത്രം കാണാതെ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് കാണേണ്ടിയിരിക്കുന്നു. ഏതു യാതനയുടെയും പിറകിൽ ശിക്ഷണത്തിൻ്റെ ഒരു ഭാവമുണ്ട്. ഇയ്യോബിൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവം, പിതാവാം ദൈവം തന്നെ ഏറ്റവും സ്നേഹിച്ച, തന്നിൽ അഭയം പ്രാപിച്ച നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനുമായിരുന്ന ഇയ്യോബിനെ കഷ്ടതകളിൽ കൂടെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഈ പ്രയാസങ്ങൾ നമ്മെ വേറിട്ട വഴികളിലേക്ക് തിരിച്ച് മാറ്റിവിടേണ്ടിയിരിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത്
ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. അടുത്തുള്ള ഒരു പട്ടണത്തിലെ ഒരു വലിയ കെട്ടിടം, ധാരാളം ഓഫീസുകൾ നിലനിൽക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഗോവേണിപ്പടിയുടെ ചുവട്ടിൽ ഒരല്പം സ്പേസ്, നമുക്കറിയാമല്ലോ ഈ സ്റ്റെയർ കേസിൻ്റെ ഒക്കെ അടിയിൽ ആർക്കും വേണ്ടാത്ത ഒരല്പം സ്ഥലമുണ്ട്. ഈ സ്ഥലമാണ് ഈ സ്ത്രീക്ക് വലിയൊരു ജീവിതമായി പരിണമിച്ചത്. അവരുടെ ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു. ഉള്ളതെല്ലാം നശിപ്പിച്ചു, ഒന്നുമില്ലാതെയായി. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നറിഞ്ഞുകൂടെ ഭർത്താവ് കടന്നുപോയി, പട്ടിണിയും പ്രയാസവും. അപ്പോഴാണ് ഈ കെട്ടിടത്തിൻ്റെ ഉപമ പറഞ്ഞത്, എനിക്ക് വലുതായിട്ടൊന്നും തരാനില്ല, ഈ സ്റ്റെയർ കേസിൻ്റെ ഈ അടിയിലുള്ള ഒരാൾക്ക് കഷ്ടിച്ച് കുനിഞ്ഞ് കയറാവുന്ന ഈ സ്ഥലം വേണമെങ്കിൽ നീ ഉപയോഗിച്ചോ, വാടകയൊന്നും തരണ്ട. അവരവിടെ ഒരു കൊച്ചു മേശയിട്ട് ചായ അണത്താൻ തുടങ്ങി. ആ ഓഫീസ് കെട്ടിടത്തിൽ ധാരാളം ഓഫീസുകളുണ്ട്. ഈ ഓഫീസുകളിലുള്ളവർക്കൊക്കെ ഇവരുടെ ചായ കുടിച്ച് തൃപ്തിയായി. അവർക്കിപ്പോൾ ചായ ഇടാൻ സമയമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ഓഫീസുകാർ പറഞ്ഞ്, ഏതായാലും നീ ചായ തരാൻ വേണ്ടി വരുന്നുണ്ടല്ലോ, രാവിലെ വന്ന് ഈ ഓഫീസൊന്ന് വൃത്തിയാക്കിയാൽ മാസം ഒരു 3000 രൂപ ഞങ്ങൾ ശമ്പളം തന്നേക്കാം, ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് അതിനുള്ള പ്രൊവിഷനുണ്ട്. അങ്ങനെ ഇപ്പം 3-4 ഓഫീസുകളിലെ തൂപ്പുകാരത്തെയും കൂടിയാണ്. ഇതിനിടയിൽ കയ്യിൽ ഒരു വേദപുസ്തകവും കരുതിയിട്ടുണ്ട്. ഇപ്പം ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം തകർന്നു. മദ്യപനാണ് ഭർത്താവ് മരിച്ചുപോയി, പട്ടിണിയായി. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെ എന്ന് ചിന്തിച്ച ഒരു വ്യക്തിക്ക് ആ യാതനകളുടെ, ക്ലേശങ്ങളുടെ, നിരാശകളുടെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ ഈ ഗോവണിപ്പടിയുടെ അടിയിലുള്ള ദ്വാരം പോലെയുള്ള ഈ കൊച്ചു സ്പേസ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയായി ദൈവം നൽകുകയായിരുന്നു. ഇന്ന് ഒരു വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ ജീവിക്കുന്നുവെന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷിയായി ഈ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന യുവതി യുവാക്കന്മാരോട് സുസ്മേരവദനയായി ചായ കൊടുക്കുന്നതിനിടയ്ക്ക് ഒരു വേദവാക്യം കൂടെ പറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയാണ്. ക്ലേശങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കും, ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നവീകരിക്കും, ദാരിദ്ര്യം നിങ്ങൾക്ക് പുതിയ വെളിച്ചമുണ്ടാക്കും, നിരാശ നിങ്ങളുടെ അവസാനമല്ല, പ്രത്യാശയിലേക്ക് നിങ്ങളെ ക്രിസ്തു നയിക്കുന്ന ഒരവസരമുണ്ടാവും. അവസാനമായി നമ്മെ ശുദ്ധീകരിക്കുന്നത് തീർച്ചയായും ആരാധനയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തെപ്പറ്റി ഞാൻ പറഞ്ഞു, ദൈവവചന പാരായണത്തെപ്പറ്റി പറഞ്ഞു, കഷ്ടതകളും ക്ലേശങ്ങളും നിറഞ്ഞ ജീവിത അനുഭവങ്ങളെപ്പറ്റി പറഞ്ഞു. ആരാധനയാണ് പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെയുള്ള ആളുകളെ പരിശുദ്ധന്മാരാക്കിയത്. ആരാധന ഒരു ലഹരിയായി മാറണം. ഇന്ന് പല ആളുകളും മദ്യം സേവിക്കുന്നത് അല്പം ലഹരി കിട്ടാനാണ്. അത് ഏതാനും മിനിറ്റുകളും മണിക്കൂറുകളും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. മയക്കുമരുന്നുകൾ ലഹരി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. പ്രിയമുള്ളവരെ, ആരാധന നിങ്ങളുടെ ലഹരിയായി മാറട്ടെ. വിശുദ്ധ കുർബാന നിങ്ങളെ ലഹരി പിടിപ്പിക്കട്ടെ. ജീവിതം മുഴുവൻ പ്രത്യാശ നൽകുന്ന, ആനന്ദം നൽകുന്ന നിമിഷങ്ങളായി മാറട്ടെ. നമ്മുടെ ആളുകളിൽ മിക്കവരും ഈ ആരാധനയ്ക്ക് അറ്റൻഡൻസ് വെച്ചിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ആരാധനയിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ആരാധന സമ്പൂർണമായി തീരണമെങ്കിൽ, അതിൻ്റെ ആനന്ദം ലഭിക്കണമെങ്കിൽ അതിൽ പരിപൂർണമായും സംബന്ധിച്ചേ മതിയാവും. ആദ്യം മുതൽ അവസാനം വരെ ഗീതങ്ങൾ ആലപിച്ച്, പ്രതിവാക്യങ്ങൾ ചൊല്ലി, പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ സമർപ്പിച്ച് അതിൽ മുഴുവൻ മുഴുകി നിൽക്കുന്ന ആളുകൾക്ക് ആരാധന ലഹരി പകരുന്നു. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറിലേക്ക് കടന്നു വന്ന നാം ഏവരും എന്തിനാണ് ഇവിടെ കടന്നു വന്നത്? വെറും ഒരു ദൃക്സാക്ഷിയായി ഈ പെരുന്നാളിൻ്റെ ചടങ്ങുകളും ദീപക്കാഴ്ചകളും കരിമരുന്ന് പ്രയോഗവും കണ്ടിട്ട് പോകുന്ന ദൃക്സാക്ഷികളാണോ? നാം നേർന്ന് കൂട്ടിയ നേർച്ചകൾ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടിട്ട് പോകുവാൻ വേണ്ടി മാത്രം വന്നവരാണോ? നമ്മുടെ പ്രാർത്ഥനകളെ പരിമല തിരുമേനിയിൽ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് പോകുന്ന കേവലം കാഴ്ചക്കാരായി മാറുന്നവരാണോ?
അതോ പരിമല തിരുമേനിയെ പോലെയുള്ള ആധ്യാത്മികതയുടെ ആദിരൂപങ്ങളെ, ദ ഗോഡ്സ് ഇൻ എവരി മാൻ, ആദിരൂപങ്ങളെ മനസ്സിൽ ക്രമീകരിക്കുവാനാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രയാസങ്ങളും നമ്മെ അടിമപ്പെടുത്തുന്ന യജമാനന്മാർ മദ്യമാകട്ടെ, വികാരങ്ങളാകട്ടെ, അഹങ്കാരമാകട്ടെ, നമ്മെ അടിമപ്പെടുത്തുന്ന യജമാനന്മാരിൽ നിന്ന് യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. നമ്മെ പരിശുദ്ധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം, തീവ്രവാദിയായ ടെററിസ്റ്റായിരുന്ന ശൗലിനെ പൗലോസാക്കിയ യേശുക്രിസ്തുവാണ് നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തുവാൻ യേശുവിന് ഒരു നിമിഷം മതി എന്ന് ഓർക്കുക. തിരുവചനം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രതിബന്ധങ്ങളും യാതനകളും ദാരിദ്ര്യവും രോഗവും ദുഃഖവും ആഴമായി നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളും നിങ്ങളെ ശുദ്ധീകരിക്കുന്ന അനുഭവങ്ങളായി മാറട്ടെ. ആരാധനയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ലഹരി പൂണ്ട് ജീവിതം തന്നെ വിശുദ്ധിയുടെ ഒരു സൂചനയായി മാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.